ഹായ് ഹലോ ഗേസ്. റീനാഗ്രേഷൻ വർക്ക്, ആ വർക്കിൽ പെയിൻറ്റിങ് വർക്ക് എങ്ങനെ ചെയ്യണമെന്നും ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നതും എന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് പ്രൊഫഷണൽ പെയിൻറ്റേഴ്സ് എന്ന കമ്പനിയാണ്. അതിൻ്റെ കോൺട്രാക്ടർ നെയിമാണ് അനീഗർ പെരിങ്ങാല. അതിൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. നമ്മൾ റീനാഗ്രേഷൻ വർക്ക് ചെയ്യേണ്ട രീതിയെക്കുറിച്ചാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീട് ഒരു മിനിമം ഒരു 20 വർഷത്തെ പഴക്കമെങ്കിലും കാണും ഈ വർക്ക്. ഞങ്ങളിപ്പം ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള വീഡിയോകൾ എടുത്തിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ പെട്ടെന്ന് വെച്ചിട്ടതാണ്. നമ്മളിത് ആദ്യമേ തന്നെ ഇത് കംപ്ലീറ്റ് ഗ്രൈൻഡിങ് ചെയ്യും. അതായത് ഈ പെയിൻറ്റ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മൾ പോകുന്നത് തന്നെ. അതായത് നമ്മളിപ്പം ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളും ആണ് ഈ കാണിക്കുന്നത്. നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് വേണം ഈ ഗ്രൈൻഡ് ചെയ്യാൻ. നമ്മൾ തലയിൽ തോർത്തോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് മാസ്കും കൂടെ വെച്ചിട്ട് നമ്മളിത് മറയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് കണ്ണാടി കാര്യങ്ങളുണ്ട്, അതുപോലെ കണ്ണാടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ. അല്ലെങ്കിൽ കണ്ണിൽ കംപ്ലീറ്റ് സാധനം പോവും, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കണ്ണിൻ്റെ അകത്ത് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോഗ് പോലെയൊക്കെ നമുക്ക് വരും. അതൊരു ജസ്റ്റ് അത് അടിക്കുന്ന നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഗ്ലാസ് കംപ്ലീറ്റ് തുടച്ച് മാറ്റി വീണ്ടും ഇട്ട് ചെയ്യുന്നതായിരിക്കും. പ്രൊട്ടക്ഷൻ മെയിനാണ്. കണ്ണിൻ്റെ അകത്ത് പൊടി പോയാൽ അത് വിഷയമാണ്. ഇപ്പം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് നമ്മുടെ കണ്ണുകളിലെല്ലാം പോയായിരുന്നു. ആദ്യം കണ്ണാടി ഇടാതൊക്കെയാണ് നമ്മൾ അടിച്ചത്. പിന്നെ നമുക്ക് കാര്യം മനസ്സിലായി. അപ്പം കണ്ണാടിയും കാര്യങ്ങളും നമ്മൾ പ്രൊട്ടക്ഷൻ അതിനകത്ത് മെയിനാണ് ഈ കാര്യത്തിനകത്ത്. കാര്യം ഈ വീടിൻ്റെ ഗ്രൈൻഡിങ് ഞങ്ങൾ തുടങ്ങിയിട്ട് തന്നെ ഒരാഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ടും നമുക്ക് തീർന്നിട്ടില്ല. ഇനിയും കുറച്ചും കൂടെയൊക്കെ സ്റ്റെയർ പൊക്കവും കാര്യങ്ങളും എല്ലാം നമുക്കിനി ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പം ഒരു വീടിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പഴയ വീടിൻ്റെ വർക്ക് ചെയ്യുമ്പം ഗ്രൈൻഡ് ചെയ്ത് കളയണം പെയിൻറ്റ് കംപ്ലീറ്റ്. അല്ലാതെ നമ്മളിങ്ങോട്ട് വന്ന് അത് ചുരണ്ടി കളഞ്ഞ് ഒരു കൂട്ട് പ്രൈമർ അങ്ങോട്ട് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് പുട്ടി അങ്ങോട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പം ഇതിനകത്തുള്ള പഴയ ക്രാക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ക്രാക്കും കാര്യങ്ങളും കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്രാക്കും കാര്യങ്ങളും കാണത്തില്ല. നമ്മൾ ഡയറക്റ്റ് വന്ന് പുട്ടിയിട്ട് അടിച്ച് പ്രൈമർ അടിച്ച് ഒരു മാസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഈ ക്രാക്ക് അങ്ങ് പൊങ്ങും, പുട്ടി കംപ്ലീറ്റ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ പഴയ പെയിൻറ്റ്, ഇതൊരു 18, 19, 20 കൊല്ലത്തെ പഴക്കമുണ്ട്. ആ 20 കൊല്ലത്തെ പഴക്കമുള്ള പെയിൻറ്റ് നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് തന്നെ കളയണം. കാര്യം റീനാഗ്രേഷൻ വർക്ക് ചെയ്യുമ്പം ഈ ഡ്രില്ല് ചെയ്ത ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വീടിനകത്ത് ചെറിയ ചെറിയ ക്രാക്കുകൾ വീഴും. ഇത് പെയിൻറ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നോർമലായിട്ടുള്ള ക്രാക്കായി വീഴുന്നത്. നമ്മളിതൊന്നും നോക്കാതെ ഇത് വെച്ച് പ്രൈമർ അടിച്ച് പുട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുട്ടിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു മാസം മുന്നേ ഈ ക്രാക്ക് വീണിട്ട് ഇത് കംപ്ലീറ്റ് കൊടുത്ത് പൊങ്ങും, ഈ പുട്ടി ഭാഗങ്ങളെല്ലാം. അപ്പം അത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം പുട്ടിയിടുന്ന ഭാഗങ്ങളിൽ എങ്കിലും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയണം. ബാക്കിലോട്ടൊക്കെ ഇപ്പം ചില വീട്ടുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് പെയിൻ്റ് അടിക്കണ്ട, അത് പുട്ടിയിടണ്ട, അവിടെ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്താൽ മതി. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ മൊത്തം മഴ പെയ്ത് പായലും കാര്യങ്ങളും കാണാൻ ചാൻസ് കാണും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ഹൈറ്റ് ഒരു ഫൗണ്ടേഷൻ്റെ തൊട്ട് മുകളിൽ ജനൽപ്പൊക്കം വരെ ഒരു ഹൈഡ്രോലോക്ക് അല്ലെങ്കിൽ 2K എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. അത് അപ്ലൈ ചെയ്യും 2 കോട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അടിക്കാം. ഇപ്പം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റും മൊത്തം. അതായത് ഇതിനകത്ത് തന്നെ ഒരു 5 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിനകത്തെ ഫസ്റ്റ് ഇപ്പം ആ കാണുന്ന കളർ പോയി, പിന്നെ വേറൊരു കളർ വന്നു, പിന്നെ വേറൊരു കളർ. അപ്പം കംപ്ലീറ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയണം. കളയാതെ നമ്മൾ ഇത് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യമേ തന്നെ നമ്മളൊരു പെയിൻറ്റർമാർക്ക് വർക്ക് കൊടുക്കുമ്പം റീനാഗ്രേഷൻ വർക്ക് ഇങ്ങനെ അങ്ങനെ അതല്ല, നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്ത് കളയണം. ഞങ്ങൾ ഇതുണ്ട് ഔട്ട് സൈഡ് വരെ നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഒരാഴ്ചത്തെ വർക്കാണ് ഈ സാധനം. അതുകൊണ്ട് 4-5 പേര് നിന്നാണ് ഈ അടിക്കുന്നത്. താഴെയുണ്ട്, അകത്തുണ്ട്, എൻ്റെ മുകളിലുണ്ട്, അപ്പുറവും കാര്യങ്ങളെല്ലാം നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് കൊണ്ടിട്ട് ഒരു കാരണവശാലും നമ്മൾ പെയിൻ്റ് അടിക്കാൻ നിൽക്കരുത്. ഈ പെയിൻറ്റ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം. അത്
ഞാൻ ഈ പറയുന്നതാണ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഏഷ്യൻ പെയിൻറ്റ് ഹൈഡ്രോലോക്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ഇത് വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴെ നിന്ന് മുകളിൽ 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. നമ്മൾ മൊത്തം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പൊടി കംപ്ലീറ്റ് തൂക്കണം. പൊടി തൂക്കാതെ അപ്ലൈ ചെയ്യാനേ പാടില്ല. കംപ്ലീറ്റ് ആ ഭിത്തിയിൽ അത്രയും പൊടി തൂത്തതിന് ശേഷം ഇത് ഫസ്റ്റ് കോട്ട് അടിക്കണം. ഫസ്റ്റ് കോട്ട് നമ്മൾ ഹൊറിസോണൽ അടിക്കുവാണെങ്കിൽ സെക്കൻഡ് കോട്ട് വെർട്ടിക്കൽ അടിക്കണം. അത് നേരെ എങ്ങനെ അടിക്കുന്നത് സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്നത് അതിന് ഓപ്പോസിറ്റ് വേണം നമ്മൾ അടിക്കാൻ. 2 കോട്ട് കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ പ്രൈമർ ഇതിനകത്ത് അത് ഉണങ്ങാൻ 4 മണിക്കൂർ എടുക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഏഷ്യൻ പെയിൻറ്റിൻ്റെ എക്സ്റ്റീരിയർ വാൾ പ്രൈമർ. അത് നമ്മൾ ഒരു കോട്ട് ഫുള്ള് വാളിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യണം. അതായത് ഹൈഡ്രോലോക്കൊക്കെ അടിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ സമയമുണ്ട്. 4 മണിക്കൂർ 6 മണിക്കൂർ പറയുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് കംപ്ലീറ്റ് ഈ പ്രൈമർ മൊത്തം നമ്മൾ അടിക്കും. ആദ്യം ഹൈഡ്രോലോക്ക് അടിച്ചിരിക്കണം താഴ്ഭാഗം കംപ്ലീറ്റ്. അത് പ്രൈമർ അടിക്കുന്നതിന് തൊട്ട് മുന്നേ വേണം അതടിക്കാൻ. അത് നമ്മൾ അടിച്ചതിന് ശേഷം നമ്മളിത് കംപ്ലീറ്റ് വൃത്തിയായിട്ട് പ്രൈമറും കാര്യങ്ങളെല്ലാം പൊടി തൂത്ത് പ്രൈമറും കാര്യങ്ങളെല്ലാം നമ്മൾ അടിച്ച വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അടിച്ച വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ സ്മാർട്ട് കെയറിൻ്റെ ക്രാക്ക് സീൽ, ഇതാണ് മെയിൻ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ഗ്രൈൻഡ് ചെയ്യുന്ന കാര്യം എടുത്തെടുത്ത് നിങ്ങളടുത്ത് പറയുന്നത്. ഈ ഗ്രൈൻഡ് ക്രാക്ക് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വന്നിരിക്കും. റീനാഗ്രേഷൻ വർക്കിനകത്ത് ക്രാക്ക് വരും ഉറപ്പാണ്. അപ്പം അത് ഇതുണ്ട് ഒരു ഉളിയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്ത് വെച്ച് ആ ക്രാക്ക് ചെറിയ ക്രാക്ക് നമ്മൾ കീറി അത് വലുതാക്കണം. അത് പക്കയാണ്. അത് നോക്കിക്കണം നമ്മൾ. ആ ക്രാക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കൂ. ആ ക്രാക്ക് നമ്മൾ കീറി വലുതാക്കിയതിന് ശേഷം അതിനകത്ത് പൊടി കംപ്ലീറ്റ് നമ്മൾ അടിച്ച് കളയണം. ക്രാക്ക് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിന്നെ വിട്ട് കളയേണ്ട പ്രശ്നക്കാരനാണ് ക്രാക്ക്. അത് നമ്മൾ പുട്ടിക്ക് നമുക്ക് ബാധിക്കും. അത് കംപ്ലീറ്റ് നമ്മൾ പൊടി തൂത്തതിന് ശേഷം പ്രൈമർ ഞാൻ കാണിച്ച വീഡിയോക്കകത്ത് കാണിച്ച പ്രൈമർ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യണം. ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഒരു കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ക്രാക്ക് സീൽ അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് അത് ഉണങ്ങിയിട്ട് വേണം അത് ചെയ്യാൻ. അത് കംപ്ലീറ്റ് പൊടി തൂത്ത് അതിനകത്ത് പ്രൈമർ അടിച്ചിട്ട് വേണം ഈ സാധനം അപ്ലൈ ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ വർക്കായിട്ടുള്ള പുട്ടി വർക്കിലോട്ട് കയറുന്നത്. പുട്ടി വർക്ക് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ചെറിയ ആ വീലടിച്ചതിൻ്റെ പാടുകൾ കംപ്ലീറ്റ് അതിനകത്ത് കാണും. അതുകൊണ്ട് ഫസ്റ്റ് കോട്ട് ഒരു നോർമൽ തിക്നെസ്സിൽ ഫസ്റ്റ് കോട്ട് നമ്മൾ ഇടുക. ഇട്ടതിന് ശേഷം സെക്കൻഡ് അപ്ലൈ ചെയ്യും. സെക്കൻഡ് കോട്ടും നമ്മൾ ഇട്ടതിന് ശേഷം ഇത് കംപ്ലീറ്റ് പേപ്പർ പിടിച്ച് വൃത്തിയാക്കി എല്ലാം ഇറങ്ങി ഇത് പൊടിയെല്ലാം തൂത്ത് നമ്മൾ ഇതെല്ലാം പ്രൈമർ അടിച്ച് ഇറങ്ങും. ഇതുവരെയാണ് നമ്മുടെ മെയിൻ കാര്യം. ഈ പുട്ടി വർക്കുള്ള വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതേപടുത്തി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് അതിനുശേഷമുള്ള പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളും നമ്മൾ സിമ്പിളായിരിക്കും. ഇത്രയും കാര്യമാണ് പെയിൻറ്റിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനോഗ്രേഷൻ വർക്കിൻ്റെ അകത്ത് കാര്യത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പം അടുത്ത ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് വൃത്തിയാക്കി തന്നെ ചെയ്യുക. പുട്ടി വർക്ക് വരെ കാര്യമാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ ബൈ.